ഇന്ന് സെപ്റ്റംബർ 16. ക്രിസ്തുവിന് മുൻപ് 261 ഈ ദിവസം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ നടുക്കിയ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. കലിംഗയുദ്ധം. മൗര്യ സാമ്രാജ്യത്തിൻ്റെ ശക്തനായ ചക്രവർത്തി അശോകൻ്റെയും സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ച കലിംഗ രാജ്യവും തമ്മിൽ നടന്ന ഈ പോരാട്ടം വെറും ഒരു സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ മാറ്റിയിട്ടല്ല, മനുഷ്യൻ്റെ അഹിംസാസങ്കല്പത്തെ ലോകം മുഴുവൻ കേൾപ്പിച്ച ഒരു വഴിത്തിരിവായി ഇത് മാറി. കലിംഗദേശം അന്നത്തെ കാലത്ത് കടൽ വ്യാപാരത്തിലും കലാപാരമ്പര്യത്തിലും മുന്നിട്ട് നിന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തെയും തെക്കൻ ഇന്ത്യൻ പ്രവിശ്യയെയും ബന്ധിപ്പിച്ച തീരദേശ വഴികൾ മൗര്യ സാമ്രാജ്യത്തിന് അനിവാര്യമായിരുന്നു. ഈ തന്ത്രപ്രധാന സ്ഥാനമാണ് അശോകനെ കലിംഗയിലേക്ക് ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത്. അശോകന്റെ ശിലാലിഖിതങ്ങളും പുരാതന രേഖകളും പറയുന്നു, 100,000-ഓളം പേർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ഇവ കണക്കുകൾക്ക് മാത്രമല്ല, കലിംഗയിലെ ജനജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ തീവ്രതയ്ക്കും തെളിവാണ്. ഇന്നത്തെ ഒഡീഷയിലെ ധൗളി മലഞ്ചെരുവിൽ ആ ശിലാലിഖിതങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. രക്തം നിറഞ്ഞൊരു നദി എന്ന ചിത്രമാണ് ചരിത്രം വരയ്ക്കുന്നത്. യുദ്ധത്തിൽ വിജയം നേടിയിട്ടും അശോകന്റെ മനസ്സ് ശാന്തമായില്ല. ധൗളിയിലെ രക്തരംഗങ്ങൾ അദ്ദേഹത്തെ നടുക്കി.